കേരളം ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച പ്രഹരങ്ങൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി പരമാവധി പോയാൽ 100 നാൾ മാത്രമാണ് ബാക്കിയ. രാഷ്ട്രീയ പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഡു ഓർ ഡൈ. ആർക്കും ഒരു തോൽവി അചിന്ത്യമാണ്. അടിത്തറ ശക്തമാക്കൽ, ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തൽ, അമർഷങ്ങൾ ഒഴിവാക്കൽ തുടങ്ങി കഠിനാധ്വാന കാലം. ആ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടാ വിഷയങ്ങൾ അണിയറയിൽ പണിഞ്ഞെടുക്കലാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു നിർണായക ലീഡർഷിപ്പ് സമ്മിറ്റ് ലക്ഷ്യ 2026 തുടങ്ങി അന്ന് രാവിലെയാണ് പുനർജനിയിൽ സർക്കാർ ലോക്കറിൽ നിന്നൊരു സെലക്ടീവ് ലീക്കേജ് CBI അന്വേഷണം വേണമെന്ന് വിജിലൻസിന്റെ ശുപാർശയാണ്. അന്ന് തുടങ്ങിയ രേഖാചോർച്ച ഇന്നലെയും ലീക്കാക്കി. ഇതാ ഇന്നും ഒരു പേപ്പർ പൊട്ടിവീണതാണ്. ഓരോ ദിവസവും ഓരോ ഔൺസ് എന്ന മട്ടിൽ ആ പദ്ധതിയിലെ സംശയങ്ങളുടെ ക്ലൗഡിൽ ഒരു സജീവ ചർച്ചയിൽ നിർത്തലാണ് സർക്കാർ. ആ സർക്കാരിന് അഴിമതി വിരുദ്ധ ഏജൻസി കഴിഞ്ഞ ആഴ്ച കൊടുത്തതല്ല, കഴിഞ്ഞ മാസവും കൊടുത്തതല്ല, കൊടുത്തൊരു വർഷം ഒന്നായി. ആ കറപ്ഷൻ കണ്ടുപിടിക്കാനുള്ള വല്ലാത്ത ശുഷ്കാന്തിയാണെങ്കിൽ കൊടുത്ത റിപ്പോർട്ട് ഒറ്റ വർഷം ആഭ്യന്തരം ഉപ്പിലിട്ട് വെക്കലാണോ പരിഹാരം? ഒന്നാം തരം രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷം. ആരോപണം എന്തായാലും ആദ്യം വന്ന ബോംബിനെ വെള്ളമൊഴിച്ച് ഡിഫ്യൂസ് ആക്കിയത് അതേ ഏജൻസിയാണ്. വെച്ച വീടുകളുടെ കണക്ക് പുറത്തുവിട് സതീശ എന്ന ഡിവൈഎഫ്ഐ നറേറ്റീവിന്റെ പോലും വായടപ്പിച്ച് കൂമ്പടച്ചാണ് സ്പീക്കർ കൊടുത്ത റിപ്പോർട്ട്. അഴിമതി നിരോധന നിയമപ്രകാരം LOP അപരാധിയല്ല എന്ന് പറഞ്ഞത് KPCC അല്ല, സർക്കാരിന്റെ അഴിമതി വിരുദ്ധ ഏജൻസി. പലയാവർത്തി അന്വേഷണത്തിൽ ഒറ്റ FIR-ൽ അതൊരു ചുക്കും കണ്ടെത്താത്ത ആ കണ്ടെത്തലിനപ്പുറം CBIക്ക് ഒരു പരവതാനിയാണ് നയമെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ ഒട്ടാകെ കേന്ദ്ര സർക്കാരിന് നായാട്ടായുധങ്ങൾ എന്ന രാഷ്ട്രീയ നിലപാട് വിഴുങ്ങിയോ? ഇതുവരെ നാട് കാണാത്തൊരു ക്ഷേത്രക്കൊള്ളയിൽ CBI വേണ്ടെന്ന് പറയുന്നവർക്ക് ഇതിൽ മാത്രം എന്താ ഒരു കേന്ദ്ര ബ്യൂറോ പ്രണയം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊട്ടെന്ന് വെച്ചാലും ലൈഫ് മിഷനിൽ CBI വേണ്ട എന്ന് കാശുമുടക്കി കോടതിയിൽ ആണയിട്ട് വാദിക്കുന്ന സർക്കാർ സ്വന്തം പൃഷ്ഠത്തിന് വെക്കുന്ന വെടിയാണ് ആ പരവതാനി വിരിക്കൽ രാഷ്ട്രീയ ഗൂഗിളി. ഏതോ ഒരു പാരടിപ്പാട്ടിൽ 1000 ഗുരുക്കൾ ഒരുമിച്ച് പൊട്ടിയ മാരക വകുപ്പുകളിൽ കേസെടുക്കാൻ പറയുന്ന ഒരുത്തൻ ജാമ്യം കിട്ടുന്ന വകുപ്പിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ലോക്കൽ നേതാവിനെ വീട്ടിൽ പോയി തൂക്കി ഡ്രാമ ഇറക്കി ഫേമസ് ആക്കാൻ തിട്ടൂരമിറക്കുന്നയാൾ, ഇപ്പോൾ ഈ VD വിരുദ്ധ പേപ്പർ ലീക്കേജിന് നേതൃത്വം നൽകുന്നയാൾ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ മണ്ടനാണ്, അല്ലെങ്കിൽ VD സതീശന്റെ കട്ടച്ചങ്കാണ്. ആരായാലും അയാൾ ഈ സർക്കാരിന്റെ പ്രതിച്ഛായ അന്തകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.